മക്കളും എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കുന്നില്ല എൻ്റെ ലൈഫിൽ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല എൻ്റെ ലൈഫ് പോകുന്നത്, ഞാൻ വിചാരിക്കാത്ത പലതും എൻ്റെ ലൈഫിൽ നടക്കുന്നു. എന്നാൽ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, എൻ്റെ ലൈഫിൽ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ എത്തില്ലായിരുന്നു, ഞാൻ ഒരിക്കലും ഒരു ടീച്ചർ ആവില്ലായിരുന്നു, ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കില്ലായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും എന്തായാലും ഒരു ടീച്ചർ ആവില്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാ, ടീച്ചറോ ഇത്രയും കാലം പഠിച്ചു, +2 വരെ പഠിച്ചു, എന്നിട്ട് ഇനിയും പഠിച്ച് ഇനി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേ, എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. എൻ്റെ ഉള്ളിൽ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു IT ഫീൽഡിൽ കറങ്ങുന്ന കസേരയിലിരുന്ന് എക്സിക്യൂട്ടീവ് ലുക്കിൽ മുന്നിൽ ഒരു ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് ജോലി ചെയ്യാന്നുള്ളതായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ നടന്നു. ഞാൻ PG കഴിഞ്ഞു, ഒരു IT കമ്പനിയിൽ ജോലി കിട്ടി, കറങ്ങുന്ന കസേര, എക്സിക്യൂട്ടീവ് ലുക്ക്, മുന്നിൽ ലാപ്ടോപ്പ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല, എന്നെ കൊണ്ട് ഇത് താങ്ങൂല. ഞാൻ 2 മാസം കഷ്ടിച്ച് അവിടെ വർക്ക് ചെയ്തു, ജീവനും കൊണ്ടോടി. അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെയെങ്കിലും ഏത് ഫീൽഡിലായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ജോലിയിൽ കയറുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കിട്ടിയ ജോലിയാണ് എനിക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ടീച്ചറായിട്ട്. ഇന്നേക്ക് 2 വർഷം കഴിഞ്ഞു ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. സത്യം പറയാലോ, ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ ടീച്ച് ചെയ്യുമ്പോഴാണ്, ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്, എൻ്റെ കുട്ടികളായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത്. ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു പ്രൊഫഷനെ. ഇതല്ലാതെ വേറൊരു പ്രൊഫഷനെ കുറിച്ച് ഇപ്പൊ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സോ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും ചിലപ്പോൾ ലൈഫിൽ നടന്നെന്ന് വരില്ല, ചിലപ്പോൾ നടക്കും. പക്ഷെ ഏതാണോ നിങ്ങളുടെ കറന്റ് മൊമെന്റ്, അതിൽ നിങ്ങൾ ബെസ്റ്റ് കൊടുക്കുക, അതിൽ നിങ്ങൾ ജീവിക്കുക. അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്.